വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഇത് എഴുതുമ്പോൾ താങ്കൾക്ക് അറിയാം, കാരണം അന്ന് അധികാരത്തിലിരുന്ന ഒരു സർക്കാരിന് എതിരെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സർക്കാരിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നവർ ഇതിന് ചിലപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനായി സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ഇതിൽ പിന്താങ്ങണമെന്നില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് എഴുതുമ്പോൾ തന്നെ അറിയായിരുന്നു. ചിലപ്പോൾ അത്രയധികം കൊമേഴ്ഷ്യൽ ഹിറ്റ് കിട്ടണമെന്നില്ല, സാറ്റലൈറ്റ് വാല്യൂ കിട്ടണമെന്നില്ല. ഇതൊക്കെ എഴുതുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഇത്രയധികം പൊളിറ്റിക്കൽ വേണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഇത് നമ്മളൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കഥാപാത്രത്തെയോ ഒരു പേരോ ഒരു മൊമെന്റോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം പേടികൾ നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംവാദങ്ങളും കാര്യങ്ങളും നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. നമ്മൾ നോക്കിയത് ഒരു ഇമോഷൻ കൃത്യമായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കഥാപാത്രത്തിലൂടെ കഥ പറഞ്ഞു പോകുന്നു. അപ്പം ആ ഇമോഷൻ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഹെവി ഹാർട്ടഡ് ആയിട്ട് ആളുകൾ ഇറങ്ങണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് മാത്രമാണ് സത്യത്തിൽ ആലോചിച്ചത്. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ കോൺട്രവേഴ്സി. നമ്മൾ ഇത് വിചാരിച്ചാലും ഇല്ലെങ്കിലും കോൺട്രവേഴ്സി ചിലപ്പോൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പേടി തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്താ ഒരു ടൈപ്പ് പടങ്ങൾ മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തരം കഥകൾ മാത്രമേ ആലോചിക്കാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. പ്രശ്നങ്ങൾ എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ, ചർച്ച ചെയ്യട്ടെ.